ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ വീഡിയോ ആണ്, തോരനുണ്ടാക്കുന്ന വീഡിയോ ആണ്. എല്ലാവരും കാണണേ. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഈ പച്ചക്കറി എന്നാ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യാരറ്റ്, പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചെറിയ ഇതുണ്ടോ പൊട്ടറ്റോ, നമ്മുടെ ഉരുളക്കിഴങ്ങും, പിന്നെ ബ്രിഞ്ചാൾ, നമ്മുടെ വഴുതനങ്ങ, സവോള, പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇതെല്ലാം കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മിക്സ്ഡ് വെജിറ്റബിൾ, നമ്മുടെ വീട്ടിൽ കുറേ സാധനങ്ങൾ വെജിറ്റബിൾസ് കുറേ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ടൊരു തോരൻ വെക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ചോറൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഒരു നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നതാണ്. ഞാൻ പണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് മിക്സ്ഡ് വെജിറ്റബിൾ. പിന്നെ നമുക്ക് എന്നാ പറയണ്ടേ, വെണ്ടയ്ക്ക ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്യാവേ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നാണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, നല്ല വെയിലാണ് കേട്ടോ. ഇടയ്ക്ക് ഒരു ചെറിയ മഴ വന്നാലും ഉണ്ടല്ലോ, നല്ല വെയിലാണ് ഇന്നത്തെ കാലാവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് കാണാൻ പറ്റിയില്ലേ, അങ്ങോട്ട് നോക്കി, നല്ല വെയിലാണ് ഇന്ന് കേട്ടോ. ഇന്നിപ്പം രാവിലെ ഒരു മഴ പെയ്തല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാവേ. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റിയത് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, നന്നായിട്ട് വാഷ് ചെയ്തു. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് കണ്ടിച്ചെടുക്കാവേ. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ നമ്മുടെ ക്യാരറ്റൊക്കെ കണ്ടില്ലേ, ചെറിയ ചെറിയ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് നമ്മുടെ കയ്യിൽ ഉറയിട്ടിട്ട് കട്ട് ചെയ്യാൻ എനിക്കിഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെഷീൻ വഴിയാണ് കട്ട് ചെയ്തത് കേട്ടോ. ഇത് ഞാൻ പണ്ട് ടെമു വഴി മേടിച്ചാണ്. പക്ഷേ ഇത് ഇച്ചിരി ചെറുതായിപ്പോയി, വലിയതാണ് ഓർഡർ ചെയ്തത്. എനിക്ക് തോന്നുന്നു എനിക്ക് തെറ്റിപ്പോയി, ഞാൻ ചെറുതാണ് ഓർഡർ ചെയ്തത്, പക്ഷെ വലുതാണ് ഉദ്ദേശിച്ചത്. എന്തായാലും ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് നമ്മുടെ ഇലക്ട്രിക്കാണ്, ഇതുണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഉപകാരങ്ങളുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വഴുതനങ്ങ കട്ട് ചെയ്യാം. ഇനി ഞാൻ എല്ലാം നന്നായിട്ട് കണ്ടിച്ച് വെച്ചു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതിന് പുറമെ നമുക്ക് ഇതിൻ്റെ അകത്ത് സാധാരണ നമ്മൾ ചേർക്കുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ ആഡ് ചെയ്തിട്ട്, പിന്നെ തേങ്ങയും ആഡ് ചെയ്യാം. അപ്പം ഞാൻ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണയൊക്കെ ഒഴിക്കാവേ. ഇതാണ്ട് ഞാൻ ഇതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അതിന് പുറമേ നമ്മുടെ എണ്ണ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എണ്ണ ഇന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കടുകൊക്കെ ഇടാം. അപ്പോൾ ഇങ്ങനെ മിക്സ്ഡ് വെജിറ്റബിൾ നമ്മുടെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇന്നത്തെ കാലാവസ്ഥ ഇതാണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ആണ്ട് കാലാവസ്ഥ വീണ്ടും മാറി കേട്ടോ. ഇതാണ്ട് കാലാവസ്ഥ വീണ്ടും മാറി. ഹസ്ബൻഡ് പുറത്ത് നിന്ന് ഒരു ചെയറിന് പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഇനിയിപ്പം പിള്ളേരെ കൂട്ടാൻ പോകണം. സമയം കുറച്ച് ലേറ്റായി. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്കൂളിൽ പോകണം കേട്ടോ. എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കടുക് ഇട്ടു. അതിന് പുറമെ ഞാൻ ഇതാണ്ട് ഇതിനകത്ത് ഡയറക്റ്റ് ഞാൻ തേങ്ങ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടു. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് ചിലവർ നേരെ പച്ചക്കറി അതിനകത്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴാണ് ആഡ് ചെയ്യുന്നത് തേങ്ങയൊക്കെ. ഞാനിത് നേരെ അങ്ങോട്ട് ആഡ് ചെയ്യുക കേട്ടോ. ഞാൻ തോരൻ കണ്ടിക്കട്ടെ. നമുക്ക് നമ്മുടെ തോരനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ഇന്നത്തെ കറി എന്ന് പറയുന്നത്. നമുക്ക് ഇന്നലെ ഞാൻ ബീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല അടിപൊളി ബീഫ് കറി. അതിന് പുറമെ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻകറി, മിനിഞ്ഞാന്നത്തെ മീൻകറി ഇരിപ്പുണ്ട്. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഞാൻ പറഞ്ഞു വന്നറിയോ, ഞാൻ മേടിച്ച ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പം ടെമൂന്ന് മേടിച്ചെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു സാധനമാണ് കേട്ടോ, നല്ല യൂസ്ഫുള്ളാണ്. ഇപ്പം ഞാൻ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പറയുന്നതൊന്നുമല്ല. അത് ഞാൻ കുറേ നാളായി മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. നമുക്ക് ഈ കയ്യിൽ ഈ ഫിംഗർ ക്യാപ്പ് വെച്ച് കണ്ടിച്ചുകൊണ്ടിരിക്കുക എത്ര നേരം വേണം. ഇതാകുമ്പോഴത്തേക്കും ഇതിന് പല വേർഷൻസ് കിട്ടാനുണ്ട്. നമ്മളിങ്ങനെ ഒരു സ്പ്രിങ്ങെ പിടിച്ച് വലിക്കുന്നതുകൊണ്ട്, അതിന് പുറമേ നമ്മുടെ ഈ ജസ്റ്റ് എന്നാ പറയണ്ട, ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്താൽ വരുന്നതുകൊണ്ട് കേട്ടോ. നന്നായിട്ട് വർക്കാവുന്നുണ്ട്, നന്നായിട്ട്, ഒരു കുഴപ്പവും ഇല്ല ഇതിന്.
ഇനിയിപ്പോൾ കുഴപ്പമുണ്ടാകാതിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഞാൻ ഈ തോരൻ ഉണ്ടാക്കുന്ന കുറച്ച് കൂടുതലുണ്ടാക്കുകയാണ്, കാരണം നാളെയും കൂടെ ഓടിക്കണ്ടേ, അതുകൊണ്ടാട്ടോ. എല്ലാ ദിവസവും കറി ഉണ്ടാക്കാൻ മടിയാണ് സത്യം പറഞ്ഞാൽ, പിന്നെ സമയമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വിനാഗിരി, ചെറിയ രീതിയിൽ വിനാഗിരി കൊണ്ട് ആഡ് ചെയ്യാവേ. ഇത് വിനാഗിരി ഒഴിക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആകട്ടെ. ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല വിനാഗിരിയും പിന്നെ വേണമെങ്കിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ കൂടെ തൂവുകയാണെങ്കിൽ അതുകൂടെ നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണേ. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നില്ല, കാരണം പച്ച വെളിച്ചെണ്ണ ഇല്ല, അതുകൊണ്ടാണ് സാധാരണ വെളിച്ചെണ്ണ ഉള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒന്ന് അടച്ചു വെക്കുവാണേ. ഇതാണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം അവിടെ ഇരുന്ന് നന്നായിട്ട് വേകട്ടെ. ഇടയ്ക്ക് നമ്മുടെ കുളമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കുളമൊക്കെ നല്ല മഴയൊക്കെ പെയ്ത് നല്ല തെളിഞ്ഞു കിടക്കുന്നു കേട്ടോ. കുറേ മീനുകളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാറുണ്ടല്ലോ. അപ്പോൾ മീനുകളെല്ലാം ഓടിച്ചാടി നടക്കുന്നു കേട്ടോ. പിന്നെ ഇതുണ്ടോ, ഇന്ന് ഇതൊക്കെ തന്നെയാണ്. നേരത്തെ നമ്മുടെ വെയിലും കാര്യങ്ങളൊക്കെ പോയി. പിന്നെ നമ്മുടെ 2 തക്കാളി കുട്ടന്മാർ ഇതാണ്ട് പഴുത്തിരിക്കുന്നു. പിന്നെ മറ്റ് 3 തക്കാളികളുണ്ട്, നല്ല മുഴുത്ത് നല്ല മിടുക്കന്മാരായിട്ട് നിൽക്കുന്നു. ഒരു വെള്ളമോ വളമോ ഒന്നും ഇടാതെ നമ്മൾ എന്നാ പറയുക, നമ്മളല്ല സ്വയമായിട്ടുണ്ടായി വന്നതാണ് കണ്ടോ. അങ്ങനെ നമ്മുടെ തോരൻ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ തുറന്നു നോക്കിയായിരുന്നു. ഇതാണ്ട് നല്ല അടിപൊളി തോരൻ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ നല്ല ഇപ്പോൾ നമ്മുടെ പോത്തുകറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ. താങ്ക് യു സോ മച്ച്.